അങ്ങനത്തെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടേ ഞങ്ങളൊക്കെ പിന്നെ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. രാവിലത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ബോട്ടിലിരുന്ന് കഴിച്ചതാണ്. തറവാട്ടത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും പാടെയാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞോളും ആബി ജെരീഫോക്കും വസ്മി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ഒരു പകല് ബോട്ടിൽ നിന്നിട്ട് വൈകുന്നേരത്തെ ഇറങ്ങിയിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ കരുതിയിട്ടാണ് പോന്നിട്ടുള്ളത് കേട്ടോ. ബോട്ട് കിട്ടിയപ്പോൾ ഞങ്ങളെ പ്ലാനുകളൊക്കെ മാറ്റി. കാരണം എല്ലാവർക്കും ഉറക്കക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ച വീട്ടിൽ എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല. ഞായറാഴ്ചത്തെ രാത്രി അവിടെ ഉറങ്ങിയിട്ട് പിന്നെ തിങ്കളാഴ്ച പോവാന്ന് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചു. പിന്നെ നമുക്ക് ബോട്ടിൽ കയറിയാലും നമുക്ക് എന്ത് കഴിക്കണം എന്നുണ്ടെങ്കിലും എന്താ ചെറിയ സ്പീഡ് ബോട്ടിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറി ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ബോട്ടിൽ നിന്ന് കഴിക്കാൻ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നല്ലേ മനസ്സിലായത് നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങിക്കേണ്ടതില്ല, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. അങ്ങനെ ഈ ഒരു ഹൗസ് ബോട്ടിൽ നിന്ന് നമുക്ക് സ്പീഡ് ബോട്ടിൽ വേണമെങ്കിൽ അതിലും പോവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ റൗണ്ട് സ്പീഡ് ബോട്ടിലും പോയിട്ടുണ്ട്. സ്പീഡ് ബോട്ടിലത്തെ യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾ അതിൽ കയറിയിട്ട് ഞങ്ങളൊക്കെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോക്കിന്. അങ്ങനെ ഉച്ചയായപ്പോക്കിനെ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവരെ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇതിൽ ഫുഡ് നമ്മൾ പിറ്റേ ദിവസം ഇറങ്ങണ വരെയൊക്കെയുള്ള ഫുഡൊക്കെ ഇതിൽ അലോഡാണ്. വെറുംചോറും സാമ്പാറും അതുപോലെ തന്നെ മോര് കലക്കിയതും പിന്നെ കേബേജ് തോരനും ഉപ്പേരിയും പിന്നെ മീൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഇതൊക്കെ ആയിരുന്നു ഫുഡ്. ഇതിന്റെ ഇടയ്ക്ക് ഓരോരുത്തർ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ നമ്മൾ കയറിയിട്ടേ 11 മണിക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മണി വരെ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ നമ്മളെ ഈ ഒരു കായൽ മൊത്തം ചുറ്റിക്കൂട്ടോ. 5 മണിയാകുമ്പോൾ ഇതൊരു ഭാഗത്ത് നിർത്തിയിടും. പിന്നെ രാത്രി യാത്ര ഇല്ല. പിന്നെ പകല് നമ്മൾ കയറിയ സ്ഥലത്ത് ഇവര് നമ്മളെ കൊണ്ടാക്കി തരും. അങ്ങനെയൊക്കെയാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടേ ഞാനൊക്കെ പോയി കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 5 മണിക്ക് തന്നെയാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിത് പുറത്തിറങ്ങിയിട്ട് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 4 മണിയായപ്പോൾ ഇവര് നമുക്ക് പഴംപൊരിയും ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ആ ഒരു ടൈമിൽ ഞാൻ കടന്നുറങ്ങിയായിരുന്നു. കാരണം എനിക്ക് ട്രെയിനിൽ നിന്ന് ഉറക്കം ശരിയാകാത്തത് കൊണ്ട് തന്നെ ഉറക്കം ശരിയായിട്ടില്ല എനിക്ക് തലവേദന വരും കേട്ടോ. തലവേദന എന്ന് പറഞ്ഞാൽ ഒരു 1.5 തലവേദനക്കാരം. അത് വിചാരിച്ചിട്ട് ഞാൻ പോയി കടന്നിട്ടുണ്ട്. മക്കള് ചിലവരൊക്കെ ഉള്ളിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. മറ്റോലൊക്കെ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ബോട്ടിൽ നമുക്ക് 4 റൂം ഉണ്ടായിരുന്നു കേട്ടോ. 4 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഉണ്ടായിരുന്നു. 2 റൂം താഴെയും അതുപോലെ തന്നെ 2 റൂം മുകളിലായിരുന്നു. പിന്നെ മുകളിൽ തന്നെ ആയിരുന്നു നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ. നല്ല വിശാലമായിട്ടൊരു ഹാളായിരുന്നു. നമുക്ക് ഇരുന്ന് കാഴ്ച കാണാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. വൈകുന്നേരത്തെ ഫുഡ് നല്ല ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ ചോറും ഒക്കെ ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ടേ എല്ലാവരും നേരത്തെ പോയി കടന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ രാത്രി നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇടിയും പൊട്ടിയിട്ടുണ്ട്. രാവിലെ പിന്നെ ഞങ്ങൾ എല്ലാവരും നേരത്തെ നീച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് തിരിച്ചു പോരണല്ലോ. രാവിലെ 7 മണിക്ക് ഈ ഒരു ബോട്ട് എടുത്തിട്ടേ 9 മണിയാകുമ്പോഴേക്കും നമ്മളെ കയറിയോടത്ത് കൊണ്ടുപോയി ഇറക്കി തരും. രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു ഫുഡ്. അങ്ങനത്തെ ഞങ്ങൾ ട്രെയിനിന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാൻ മറക്കല്ലേ. അപ്പൊ ഇത്രയുള്ള ബോട്ടത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.